ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2023 ഡിസംബർ 30 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിന്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ പാർട്ട് 3 ആണ്. ഇതിനു മുമ്പുള്ള വീഡിയോസ് കാണാത്തവർ പ്ലേലിസ്റ്റ് നോക്കി കാണുക. 2023 നവംബർ 19 അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇന്ത്യയെ തോൽപ്പിച്ച് ഓസ്ട്രേലിയ എത്രാമതായാണ് ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത്? ഉത്തരം 6ാമത്. 13ാം ലോകകപ്പ് ക്രിക്കറ്റിൽ 10 മത്സരങ്ങൾ തുടർച്ചയായി ജയിച്ച ഇന്ത്യയെ 6 വിക്കറ്റിനാണ് തോൽപ്പിച്ചത്. 1987, 1999, 2003, 2007, 2015 വർഷങ്ങളിലാണ് ഇതിനു മുൻപ് ഓസ്ട്രേലിയ ജേതാക്കളായത്. ഡ്രാവിഡ് ഹെഡാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. വിരാട് കോഹ്ലി പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയി. ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് എന്ന റെക്കോർഡും കോഹ്ലിയുടെ പേരിലായി. ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് ആണ്. ഇന്ത്യയുടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ്. 10 രാജ്യങ്ങളാണ് ലോകകപ്പിൽ പങ്കെടുത്തത്. 48 മത്സരങ്ങൾ നടന്നു. കേന്ദ്ര വ്യോമയാന ഡയറക്ടർ ജനറലിന്റെ അംഗീകാരം ലഭിച്ച കേരളത്തിൽ നിർമ്മിതമായ കാർഷിക ഡ്രോൺ. ഉത്തരം ഫിയ QD-10. ചേർത്തല സ്വദേശികളായ ദേവിക ചന്ദ്രശേഖരൻ, ദേവൻ ചന്ദ്രശേഖരൻ എന്നീ സഹോദരങ്ങളുടെ നേതൃത്വത്തിൽ കൊച്ചിയിലെ ആഗ്രിടെക് സ്ഥാപനമായ ഫ്യൂസ്ലേജ് ഇന്നോവേഷൻസ് ആണ് ഡ്രോൺ വികസിപ്പിച്ചത്. ഏത് രാജ്യം മുൻകൈയെടുത്ത് പ്രവർത്തിച്ചതിനെ തുടർന്നാണ് ഇസ്രയേൽ ഹമാസ് യുദ്ധം തുടരുന്ന ഗാസയിൽ 4 ദിവസത്തെ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത്? ഉത്തരം ഖത്തർ. ഈജിപ്ത്, US എന്നീ രാജ്യങ്ങളുടെ സഹായത്തോടെ ഖത്തർ ദോഹയിൽ നടത്തിയ ചർച്ചകളാണ് ഒക്ടോബർ 7 ആരംഭിച്ച യുദ്ധത്തിലെ ആദ്യ വെടിനിർത്തലിന് സാഹചര്യമൊരുക്കിയത്. സുപ്രീം കോടതിയിലെ എത്രാമത്തെ വനിതാ ജഡ്ജിയായിരുന്നു അടുത്തിടെ അന്തരിച്ച ജസ്റ്റിസ് M. ഫാത്തിമ ബീവി? ഉത്തരം ആദ്യത്തെ. 1989 മുതൽ 1992 വരെയാണ് ഫാത്തിമ ബീവി സുപ്രീം കോടതി ജഡ്ജിയായിരുന്നത്. 1997, 2001 കാലത്ത് തമിഴ്നാട് ഗവർണർ പദവി വഹിച്ചു. ഇന്ത്യയിലെ ആദ്യ വനിതാ മുസ്ലിം ഗവർണർ, ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളി വനിത, തമിഴ്നാട്ടിലെ ആദ്യ വനിതാ ഗവർണർ, തിരുവിതാംകൂറിലെ നിയമബിരുദം നേടിയ ആദ്യ മുസ്ലിം വനിത തുടങ്ങിയ പ്രത്യേകതകളുമുണ്ട്. കേരള പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം തുടങ്ങിയ നിലകളിലും പ്രവർത്തിച്ചു. നീതിയുടെ ധീരസഞ്ചാരം ജീവചരിത്ര കൃതിയാണ്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് A ടീമിന്റെ ക്യാപ്റ്റനായ മലയാളി? ഉത്തരം മിന്നു മണി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിന്റെ നായക പദവിയിലെത്തുന്ന ആദ്യ മലയാളി വനിതാ താരമാണ് മാനന്തവാടി സ്വദേശിനിയായ മിന്നു മണി. സംസ്ഥാന സർക്കാർ അടുത്തിടെ കലാരൂപമായി അംഗീകരിച്ച അനുകരണ കല? ഉത്തരം മിമിക്രി. കേരള സംഗീത നാടക അക്കാദമിയുടെ പട്ടികയിൽ മിമിക്രിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിയമവലയിൽ വരുത്തിയ ഭേദഗതിക്ക് സർക്കാർ അംഗീകാരം നൽകി. വിനോദത്തിനായി ആരെങ്കിലുമോ എന്തിനെങ്കിലുമോ അനുകരിക്കാനുള്ള കഴിവ് എന്നാണ് നിയമവലയിൽ മിമിക്രി നിർവചിക്കപ്പെട്ടിട്ടുള്ളത്. ലോകത്തെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹ്യൂമനോയിഡ് റോബോട്ടിക് CEO? ഉത്തരം മിക്ക. പോളിഷ് കമ്പനിയായ ഡിക്ഡോർ ആണ് മിക്കോയ്ക്ക് CEO പദവി നൽകിയത്. ഡിക്ഡോറും ഹോങ്കോങ് ആസ്ഥാനമായ ഹാൻസൺ റോബോട്ടിക്സും ചേർന്നാണ് മിക്കയെ വികസിപ്പിച്ചത്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള യുദ്ധഭൂമിയായ സിയാച്ചിനിലെ ആദ്യ വനിതാ സൈനിക മെഡിക്കൽ ഓഫീസറായി ക്യാപ്റ്റൻ ഗീതിക കൗൾ നിയമിതയായി. സ്നോ ലെപ്പേർഡ് ബ്രിഗേഡിന്റെ ഭാഗമായാണ് നിയമനം. സിയാച്ചിനിലെത്തുന്ന 2ാമത്തെ വനിതാ കരസേന അംഗമാണ് ഗീതിക. എഞ്ചിനീയറിംഗ് ഓഫീസറായി ജൂണിൽ നിയമിതയായ ക്യാപ്റ്റൻ ശിവ ചൗഹാനാണ് സിയാച്ചിനിലെ ആദ്യ വനിതാ സൈനിക ഓഫീസർ. അതേസമയം സിയാച്ചിൻ സൈനിക മുന്നണിയിലെ ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസറായി കരസേനയിലെ ക്യാപ്റ്റൻ ഫാത്തിമ വസീമിനെ നിയമിച്ചു. കരസേനയുടെ ഫയർ ആൻഡ് ഫ്യൂറി കോറിൽ നിന്നുള്ള ഓഫീസറാണ് ഫാത്തിമ. തൃണമൂൽ കോൺഗ്രസ് അംഗം മഹുവ മൊയ്ത്രയെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കി. പാർലമെന്റിൽ ചോദ്യം ഉന്നയിക്കാൻ വ്യവസായിയിൽ നിന്ന് പണം കൈപ്പറ്റി എന്നായിരുന്നു പരാതി. വ്യവസായിക്ക് സഭയുടെ വെബ്സൈറ്റിൽ കയറാനുള്ള പാസ്വേഡ് നൽകിയതായി മൊയ്ത്ര പറഞ്ഞു.
അംഗത്തെ പുറത്താക്കാനുള്ള എത്തിക്സ് കമ്മിറ്റിയുടെ ശുപാർശ അംഗീകരിച്ച ലോക്സഭ ശബ്ദ വോട്ടോടെ ഇത് പാസാക്കി. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയ ഭരണഘടനയുടെ 370-ാം വകുപ്പ് 2019 എടുത്തുകളഞ്ഞ കേന്ദ്ര സർക്കാർ നടപടി സുപ്രീം കോടതി ശരിവച്ചു. ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ 5-അംഗ ബെഞ്ച് ഏകകണ്ഠമായാണ് വിധി പ്രസ്താവിച്ചത്. ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി എത്രയും വേഗം പുനഃസ്ഥാപിക്കാനും 2024 സെപ്റ്റംബർ 30-ന് മുൻപായി തിരഞ്ഞെടുപ്പ് നടത്തണമെന്നും നിർദ്ദേശം നൽകി. ഇന്ത്യയുടെ പ്രഥമ സൗര ദൗത്യമായ ആദിത്യ L1 പകർത്തിയ സൂര്യന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിലെ വിവിധ തരംഗ ദൈർഘ്യങ്ങൾ ഉപയോഗിച്ചാണ് ചിത്രങ്ങൾ പകർത്തിയത്. ഭൂമിയിൽ നിന്ന് ഏകദേശം 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ലഗ്രാഞ്ച് പോയിന്റ് 1-ൽ പേടകത്തെ സ്ഥാപിക്കാനാണ് ISRO ലക്ഷ്യമിടുന്നത്. നൂതന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡലായ ജെമിനി AI അവതരിപ്പിച്ച് ഗൂഗിൾ. ആൾട്ട, പ്രോ, നാനോ എന്നീ 3 മോഡലുകളിൽ ജെമിനി AI ലഭ്യമാകും. ഗൂഗിളിന്റെ ഏറ്റവും ശക്തമായ ലാർജ് ലാംഗ്വേജ് മോഡലാണിത്. നിർമ്മിത ബുദ്ധിയുടെ അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉപയോഗത്തിൽ നിയന്ത്രണം കൊണ്ടുവരാൻ തീരുമാനവുമായി യൂറോപ്യൻ യൂണിയൻ. ലോകത്ത് ആദ്യമായാണ് ഇത്തരത്തിലൊരു ശ്രമം നടപ്പിലാക്കാനൊരുങ്ങുന്നത്. ബയോമെട്രിക് നിരീക്ഷണ രംഗത്ത് നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്നതിന് മാർഗരേഖ കൊണ്ടുവരും. ChatGPT ഉൾപ്പെടെയുള്ള AI സംവിധാനങ്ങളിൽ കർശനമായ നിരീക്ഷണം ഏർപ്പെടുത്താനും യോഗത്തിൽ തീരുമാനമായി. ഇതുവരെ നിരീക്ഷിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള തമോഗർത്തത്തെ നാസയുടെ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് കണ്ടെത്തി. GNZ11 എന്ന ആകാശഗംഗയിലാണ് തമോഗർത്തം സ്ഥിതി ചെയ്യുന്നത്. തമോഗർത്തത്തിന് സൂര്യന്റെ ഏകദേശം 10 ലക്ഷം മടങ്ങ് പിണ്ഡമുണ്ട്. കേംബ്രിഡ്ജ് സർവകലാശാലയിലെ ജ്യോതിശാസ്ത്രജ്ഞനായ പ്രൊഫസർ റോബർട്ടോ മയോലിനയുടെയും സംഘത്തിന്റെയും നേതൃത്വത്തിലാണ് നിരീക്ഷണങ്ങൾ നടക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ വേഗത്തിലാക്കാൻ ഇൻഫർമേഷൻ കേരള മിഷൻ തയ്യാറാക്കിയ ഓൺലൈൻ പ്ലാറ്റ്ഫോം K-സ്മാർട്ട് പുതുവർഷത്തിൽ നിലവിൽ വരും. ഭൂമിയുടെ തരം, കെട്ടിടം പണിയുന്നതിൽ അനുയോജ്യമാണോ, മുൻപ് നെൽപ്പാടമായിരുന്നോ തുടങ്ങിയ വിവരങ്ങൾ K-സ്മാർട്ട് നൽകും. ആപ്പ് ഉപയോഗിച്ച് സ്ഥലം സ്കാൻ ചെയ്യുന്നതിലൂടെ ഭൂമിയുടെ എല്ലാ വിവരങ്ങളും ലഭ്യമാക്കാനാണ് നീക്കം. ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ തടയിടാൻ ആപ്പ് സഹായകരമാവുമെന്നാണ് കരുതുന്നത്. തിരഞ്ഞെടുപ്പ് നടന്ന 5 സംസ്ഥാനങ്ങളിൽ പുതിയ മുഖ്യമന്ത്രിമാർ ചുമതലയേറ്റു. മധ്യപ്രദേശ് മോഹൻ യാദവ്, തെലങ്കാന രേവന്ത് റെഡ്ഡി, ഛത്തീസ്ഗഡ് വിഷ്ണുദേവ് സായി, മിസോറാം ലാൽ ദുഹോമ, രാജസ്ഥാൻ ഭജൻലാൽ ശർമ്മ. 20 രാജ്യങ്ങളിൽ നിന്നുള്ള വനം, ജൈവ വൈവിധ്യ മേഖലകളിലെ 146 വിദഗ്ധർ പങ്കെടുത്ത ഏഷ്യയിലെ ആദ്യ റേഞ്ചർ ഫോറം ഡിസംബർ 5 മുതൽ 8 വരെ അസമിലെ ഗുവാഹട്ടിയിൽ നടന്നു. റേഞ്ചർമാർക്കായുള്ള ഗുവാഹട്ടി ഡിക്ലറേഷൻ യോഗത്തിൽ പ്രഖ്യാപിച്ചു. പ്രകൃതി സംരക്ഷണത്തിൽ റേഞ്ചർമാർക്കുള്ള നിർണായക പങ്ക്, ചുമതലകൾ, ശാക്തീകരണം എന്നിവ റേഞ്ചർ ഫോറത്തിൽ ചർച്ചയായി. ഇന്ത്യൻ നാവികസേനയുടെ ചരിത്രത്തിൽ യുദ്ധക്കപ്പലിന്റെ ആദ്യ വനിതാ കമാൻഡിംഗ് ഓഫീസറായി പ്രേരണ ദിയോസ്തലി ചുമതലയേറ്റു. പശ്ചിമ നാവിക കമാൻഡിന് കീഴിലുള്ള ഗോവയിലെ ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റ് വിഭാഗത്തിലുള്ള യുദ്ധക്കപ്പലിലാണ് ചുമതലയേറ്റത്. പൊതുജനാരോഗ്യ നിയമം വിജ്ഞാപനമായി. പരിസരം മലിനമാക്കുന്നവർക്ക് 1000 മുതൽ 30,000 രൂപ വരെയാണ് പിഴ. മാർച്ചിൽ കേരള നിയമസഭ പാസാക്കിയ ബില്ല് ഗവർണർ ഒപ്പിട്ടതോടെയാണ് വിജ്ഞാപനം നിലവിൽ വന്നത്. ഉദ്യോഗസ്ഥ, രോഗമുക്ത, ഉടമസ്ഥ എന്നിങ്ങനെ സ്ത്രീലിംഗത്തിലാണ് വിശേഷണം. രാജ്യത്താദ്യമായി പൂർണ്ണമായും സ്ത്രീലിംഗത്തിൽ എഴുതിയ ആദ്യ നിയമമാണിത്. 2023 ഡിജിറ്റൽ മത്സരക്ഷമതാ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 49. അമേരിക്കയാണ് ഒന്നാമത്. 2023 ലോക ക്ലബ് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് വേദി. ഉത്തരം ഇന്ത്യ. 2022 കണക്കുകൾ പ്രകാരം കാർബൺ നിർഗമനം ആഗോളതലത്തിൽ ഒന്നാമത് ഉള്ള രാജ്യം. ഉത്തരം ചൈന. 2023 ഫീമെയിൽ സ്പോർട്സ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത്. ഉത്തരം നീത അംബാനി.
34 വർഷമായി പൂച്ചയ്ക്ക് ഏർപ്പെടുത്തിയ വിലക്ക് അടുത്തിടെ പിൻവലിച്ച രാജ്യം? ഉത്തരം സിംഗപ്പൂർ. കലാരംഗത്ത് സിംഗപ്പൂർ ഏർപ്പെടുത്തിയ കൾച്ചറൽ മെഡലിയൻ പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജ? ഉത്തരം മീര ചന്ദ്. അർജന്റീനയുടെ പുതിയ പ്രസിഡന്റ്? ഉത്തരം ജാവിയർ മില്ലേ. 2023 ആഫ്രിക്കൻ ഫുട്ബോളിലെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം വിക്ടർ ഒസിംഹെൻ. പ്രഥമ ഇന്ത്യൻ ആർട്ട്, ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ ബിനാലെയുടെ വേദി? ഉത്തരം ന്യൂഡൽഹി. ഇതോടെ 2023 ഡിസംബർ 30 തൊഴിൽ വാർത്തയിൽ വന്ന എല്ലാ കറണ്ട് അഫയേഴ്സും ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.